ഒന്നും ആരുടെയും ജീവിതത്തെ തൊടുന്നില്ല. കാര്യം എന്താണ്? നമ്മുടെ ഈ പ്രാർത്ഥനകൾക്ക് ആരാധനകൾക്കും ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 4 പാനപാത്രത്തിന്റെ കാര്യം പറയാൻ കഴിയില്ല. യേശു ക്രിസ്തു യഹൂദനാണ്. യേശു ക്രിസ്തു പെസഹ ആഘോഷിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവിടെ എത്ര പാനപാത്രം നമ്മൾ കണ്ടു? നമ്മൾ വാങ്ങിക്കുന്ന അനന്തരം അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു എന്ന് പറഞ്ഞ സ്തോത്രം ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം 4ാമത്തെ പാനപാത്രം ഇല്ല, ഈശോ എടുത്തില്ല. മാത്രമല്ല, ഈശോ പറഞ്ഞു, ദൈവരാജ്യത്തിൽ നവമായി ഞാൻ പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ശ്രദ്ധയുണ്ടല്ലോ, ശ്രദ്ധിച്ചല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്കറിയത്തില്ല, 3ാമത്തെ പാനപാത്രം എടുത്തെങ്കിൽ നമുക്ക് 2 തരത്തിൽ ചിന്തിക്കാം. ഒന്നുകിൽ ഈശോ നേരെ എടുത്തത് 3ാമത്തെ പാനപാത്രം, അല്ലെങ്കിൽ 1ഉം 2ഉം പാനപാത്രത്തെ കുറിച്ച് അവിടെ പറഞ്ഞില്ല, ചിലപ്പോൾ എടുത്തതാണ്, നമുക്കറിയത്തില്ല. മനസ്സിലായില്ലേ? ഏതായാലും 3ാമത്തെ പാനപാത്രം എടുത്തു. നമ്മുടെ വിഷയം, ഈശോ എല്ലാം പൂർത്തീകരണത്തിന്റെ പാനപാത്രമില്ലേ, ആ പാനപാത്രം ഈശോ എടുത്തില്ല. എന്നിട്ട് ഈശോ പറഞ്ഞു, ഞാൻ ഇനി ഇത് കുടിക്കത്തില്ലല്ലോ. എന്നിട്ട് ഈശോ ഇറങ്ങിപ്പോയി. നമ്മുടെ ഒരു തനി ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള പരിപാവനമായ ആചാരം ഈശോ കുറവാക്കി. ഒന്ന് ഓർത്തു നോക്കേ, ഇവിടെ കുർബാന ചൊല്ലി പരിശുദ്ധ കുർബാന ഉയർത്തി കാസ ഉയർത്താതെ നിർത്തിയിട്ട് അച്ഛൻ ഇറങ്ങിപ്പോയത്. അതുപോലെ ഏതാണ്ട് ഈശോ അത് കുളവാക്കിയാണ്, അത് ഉയർത്തിയില്ല. എന്നിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാം? ഈശോ പോയി. പിന്നെ ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ രക്തം ഉയർന്ന് പ്രാർത്ഥിക്കുക. അവിടെ ഈശോ പ്രാർത്ഥിച്ചെന്താണ്? കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് മാറ്റണമേ. അപ്പൊ ഒരു പാനപാത്രം ഇരിക്കും. സംഭവം മേശപ്പുറത്ത് എഴുതുന്നില്ല ഈശോ, അല്ലേ? മേശ ഈ യഹൂദർക്ക് എത്ര നാൾ ചെയ്തിരുന്ന 4 മേശപ്പുറത്ത് അടിച്ചിട്ട് തീർത്തു. ചേട്ടന്മാർ പറഞ്ഞില്ലേ, ഇതിപ്പോ തീർത്തേക്ക് വരാൻ മേശപ്പുറത്ത് ചുമ്മാ അടിച്ച് തീർക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചു തീർത്തു. ഈശോ ആ പൂർത്തീകരണത്തിന്റെ പാനപാത്രം എടുക്കാതെ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഗെത്സമേനിൽ കിടന്ന് രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം. അപ്പൊ ആ പാനപാത്രം ഈശോ ഉപേക്ഷിച്ചില്ല, പക്ഷെ അതിന് വേറെന്തോ ഒരു ഡയമെൻഷൻ ഉണ്ട്. എന്നിട്ട് പിന്നെ ഈശോ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അടികൊണ്ട് തകർന്നു. അപ്പൊ അവിടെ വെച്ച് കുരിശുമരണം വരെ ജീവനോട് ചിലപ്പോൾ ഇരിക്കത്തില്ലയോ എന്ന് കരുതി വേദന മറക്കാനായിട്ട് ഇത്തിരി വീതി കൊടുത്തു. ഈശോ കുടിച്ചില്ല. അവസാനം ഈശോയെ കുരിശിൽ തറച്ചു. ആ കുരിശിൽ കിടന്ന് ഈശോ എല്ലാം സെറ്റ് ചെയ്തു. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൾ. എന്നിട്ട് ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കും. മനസ്സിലായ? അപ്പോൾ പടയാളികൾ നീർപ്പഞ്ഞ് വിനാഗിരിയിൽ മുക്കി അവന്റെ ചൂണ്ടോടടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ പുളിച്ച വീഞ്ഞാണ്. അവനത് സ്വീകരിച്ചു, അത് കുടിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ എന്ത് മനസ്സിലായി? ഈശോ വർഷങ്ങളാണ് അവർ ആചരിച്ചുകൊണ്ടിരുന്ന ബലി ഈശോ പൂർത്തിയാക്കിയത് സ്വന്തം ജീവനിലാണ്, സ്വന്തം ജീവിതത്തിലാണ്, പ്രാണനിലാണ്. അതിനാണ് ഈ പള്ളിയിലെ ഉയർന്നത്. നമ്മളത് സ്വന്തം ജീവിതത്തിൽ പൂർത്തിയാക്കാൻ ഈ പള്ളിയിൽ കുർബാനകൾ ഈശോയുടെ ശരീരം മുറിച്ച് വാങ്ങിച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ലൈഫിൽ പൂർത്തിയാകാൻ നമ്മുടെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അതങ്ങ് കട്ടായി. പൊതുവെ ഒരു 95% അല്ലെങ്കിൽ 99% കട്ടായി. നമ്മളിങ്ങനെ കൃത്യം പള്ളിയിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഉപസാരിക്കും, തിരുനാൾ നടത്തി, പെരുന്നാൾ നടത്തി. അതുകൊണ്ട് നമ്മളെല്ലാണ്ട് രക്ഷയായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് ആർക്കും നമ്മളെ എന്ത് പറയാം, നമുക്ക് ചുമ്മാ കേൾക്കാൻ. ഞാനിപ്പോ സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിലെ ഫയർ മുഴുവൻ യൂത്തിനെ കുറിച്ചാണ്. ഞാനിപ്പം യൂട്യൂബിലൊരു ചാനലൊക്കെ തുടങ്ങി ഈ യൂത്തിന് വേണ്ടിയിട്ട്, നിരീശ്വരവാദികളെ
അവർ കോളേജിലൊക്കെ കയറി സയന്റിഫിക് ശാസ്ത്രബോധം എന്ന് പറഞ്ഞ് നിരീശ്വരവാദമാണ്. ഇത് കേട്ടിട്ട് പിള്ളേരൊക്കെ കൈയടിച്ച് ചിരിച്ച് ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് വേണ്ട. കാരണം ഇവർക്കൊന്നും ഒരു ചോദ്യങ്ങളെയും നേരിട്ടിട്ടില്ല. ഇവരുടെ ഒന്നും ജീവിതത്തിൽ ഇത്രയും നാളത്തെ വിശ്വാസം കൊണ്ട് വിശ്വാസമില്ലാത്ത ഒരാളിൽ നിന്ന് ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല.